ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതാണ്. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലൊരു പരാജയം വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാനൊരു ഹോം നേഴ്സാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് കരുത്തോടു കൂടി നിൽക്കാൻ ഇന്നും കഴിയുന്നത് എൻ്റെ ഇങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളാണ്. ഞാനൊരിക്കലും ഈ ഹോം നേഴ്സ് മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല. അപ്പോൾ ജീവിതത്തിൽ ഇതേപോലെയുള്ള പ്രതിസന്ധി ഘട്ടം വന്നപ്പം മറികടക്കാം എന്നുള്ള വഴിയെക്കുറിച്ച് ആലോചിച്ചപ്പം ഞാൻ എത്തിപ്പെട്ട ഒരു ഫീൽഡാണ് ഹോം നേഴ്സിംഗ്. ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ വളർത്തിയെടുത്തതാണ്. ഇന്ന് എനിക്ക് ഈ ജോലി ഏറ്റവും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പരാജയം വരുമ്പം അത് ചെറുതുമാകട്ടെ വലുതുമാകട്ടെ നമ്മൾ അതിൽ തകർന്ന് ഇരിക്കാതെ നമുക്കതിൽ നിന്ന് എങ്ങനെ മറികടക്കാം. പരാജയം മീൻസ് എന്തെങ്കിലും ചിലപ്പോൾ ഒരു അസുഖമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അപകടമായിക്കോട്ടെ, അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, ഏതൊരു പ്രശ്നമായാലും നമ്മൾ അതിനെ മറികടക്കാനുള്ള ഓപ്ഷൻ തരിക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ തന്നെ കിടക്കാതെ, അതായത് നമുക്കൊരു പ്രശ്നം വന്നു എന്നുള്ളത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളെ തന്നെയാണ്. എന്നിട്ട് അതിൽ നിന്നും റിക്കവർ ആവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ആ വഴി കണ്ടെത്തുകയാണ്. അല്ലാതെ വന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിഷമതകളിൽ നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് വന്ന പ്രശ്നത്തെ നമുക്ക് എങ്ങനെ നേരിടാം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വിജയത്തിലോട്ട് എത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മുടെ ചുറ്റുമുള്ള ആരും നമ്മളെ സഹായിക്കാൻ കാണില്ല. നമ്മൾക്കുള്ള രക്ഷ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമ്മളെ വെറും തോന്നൽ മാത്രമാണ്. നമുക്കുള്ള വിജയങ്ങളിലായാലും പരാജയങ്ങളിലായാലും നമ്മളെപ്പോഴും നമ്മളിൽ തന്നെയാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്. ഒരു തോൽവി നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് കരുതി നമ്മളെ അത് നശിപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല. നമ്മളെ കുറച്ചുകൂടെ കൂടുതൽ കരുത്തുള്ള ആൾക്കാരാക്കിയാണ് അത് മാറ്റുന്നത്. അപ്പോൾ തോൽവികളെ ഒരിക്കലും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ കുറച്ച് കൂടുതൽ കരുത്തരാക്കും. ഈ ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ സക്സസ് ആയെന്ന് വരും, ഫെയിലായെന്ന് വരും. അത് ജോലി സ്ഥലത്തായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, മറ്റു കാര്യങ്ങളിൽ എന്തു തന്നെയായാലും പരാജയത്തെ പരാജയമായി വിജയത്തെ വിജയമായും കണ്ട് ഇത് രണ്ടും രണ്ട് കാര്യമാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. ഒരിക്കലും നമുക്ക് വന്ന പരാജയങ്ങളെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് എടുത്തുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഓരോ അഭിപ്രായവും കമൻറ്റായി അറിയിക്കുക. എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയൊക്കെ ഞാനും നമ്മളും പല സാഹചര്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് പേരും ഇങ്ങനെ പല പ്രശ്നത്തിൽ കിടക്കുന്നു. ഓരോരുത്തരും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അവിടെ നിന്ന് ആ പ്രശ്നത്തിൽ നിന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്നിലും ജീവൻ കളയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അങ്ങനെ അവർ പല രീതിയിലുള്ള മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്. നമുക്കൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കുറച്ച് സമാധാനപരമായി കുറച്ചൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയമെടുത്ത് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വഴി നമ്മളെ കയ്യിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം അതിന് സമയം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് ചിലരൊക്കെ ഈ മാർഗം സ്വീകരിക്കുന്നത്. അപ്പം പലരുടെയും അനുഭവങ്ങൾ നമ്മൾ കേട്ടും കണ്ടും ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നമ്മളെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒത്തിരി പേരുടെ അനുഭവങ്ങളൊക്കെ കണ്ടു കേട്ടിട്ട് ഉണ്ട്. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാനിങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും അതിനുവേണ്ടി പ്രത്യേകം അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകളുമായി എൻ്റെ ജീവിതത്തിലെ അനുഭവ കഥകളുമായി അല്ലെങ്കിൽ പരാജയങ്ങളായാലും വിജയങ്ങളായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വരും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.